നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും എന്നുവരെയുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ഇന്ന് അതിൻ്റെ താഴേക്കുള്ള ഭാഗം 2-3 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാമെന്ന് വിചാരിക്കുന്നു. അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. വായിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു തോന്നല് നമുക്ക് ഇതിനകത്തുണ്ട്. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. അപ്പോൾ നമ്മെ ഈ തിരഞ്ഞെടുത്തത് അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. നമ്മളുടെ ഇഷ്ടമായിരുന്നില്ല, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു നമ്മളെ അങ്ങനെ തിരഞ്ഞെടുക്കുവാനും മക്കളാക്കുവാനും ഒക്കെ ഇടയായത് എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിലൊരു ദത്തെടുക്കലുണ്ട്. നമുക്കറിയാം, ആരെയാണ് ദത്തെടുക്കുക? മറ്റൊരാളുടെ കുഞ്ഞിനെയാണ് നമ്മൾ ദത്തെടുക്കുക, അല്ലെ? നമ്മളുടെ കുഞ്ഞിന്, നമ്മളെ സ്വാഭാവികമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമില്ല. മറ്റൊരാളുടെ കുഞ്ഞിനെ ആണ് നമ്മൾ ദത്തെടുക്കുക. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുത്തു എന്ന് പറയുമ്പോൾ ഈ ദത്തെടുക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ അതിനു മുമ്പ് മറ്റാരുടെയോ മകനായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സൂചന. ക്രിസ്തു മുഖാന്തരം നമ്മെ പിതാവ് ദത്തെടുത്തതാണ് എങ്കിൽ അതിനു മുമ്പ് നമ്മുടെ പിതാവ് ആരായിരുന്നു എന്നുള്ളത് നാം ചിന്തിക്കാറുണ്ടോ? നമ്മെ ദത്തെടുക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരു പിതാവിന്റെ, നമ്മൾക്ക് ഉണ്ടായിരുന്നതായ മറ്റൊരു പിതാവിന്റെ കയ്യിൽ നിന്നാണ് നമ്മെ ദത്തെടുത്തിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആ പിതാവ് ആരാണ് എന്ന് യഹൂദന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് നേരെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് പിതാവിന്റെ മക്കളായിട്ട് ജീവിച്ചവരായിരുന്നു നാം എന്നുള്ളത് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ പിതാവിന്റെ അടുക്കൽ നിന്നും നമ്മെ യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ പിതാവ് മറ്റൊരാളായി പോയത് എങ്ങനെയാണ്? അത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് സംഭവിച്ചത് ഏദനിലാണ്. ഏദനില് ദൈവം പിതാവായിരുന്നു എന്നുള്ള ആ സ്ഥാനത്ത് നിന്നും മറ്റൊരാൾ പിതാവായി തീർന്നത്, അതിന് ആധാരമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനുസരണക്കേടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വംശാവലി വായിക്കുന്നുണ്ട്. അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മകൻ ആയിരുന്ന ആദാം എങ്ങനെ പിശാചിന്റെ ഒരു മകനായിട്ട് മാറി, അതിനുശേഷം യേശുക്രിസ്തു മുഖാന്തരം വീണ്ടും പിതാവ് ദത്തെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. നമുക്കറിയാം, ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവേഷ്ടത്തെ വിട്ട് ഈ പിശാചിന്, ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആ ശക്തികളുടെ അനുസരണത്തിലേക്ക്, അതിൻ്റെ വഴിയിലേക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ അതിനെക്കുറിച്ച് അത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കാറില്ല. ആദാം ചെയ്ത തെറ്റാണ്, ആദാം ഹൗവമാര് ചെയ്ത തെറ്റെന്താണ് എന്ന് ചിന്തിച്ചാൽ
പലപ്പോഴും നമ്മളത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിന് പകരം ധിക്കരിച്ചു, അനുസരിച്ചില്ല എന്നുള്ള ലളിതമായിട്ടുള്ള ഒരു ചിന്തയിൽ നമ്മൾ അതങ്ങ് ഒതുക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ആദാം തന്റെ പിതാവിനെ മാറ്റുകയാണ്. ദൈവമായിരുന്നു ആദാമിന്റെ പിതാവ്. എന്നാൽ ദൈവകൽപ്പനകളെ ലംഘിച്ച് പിശാചിന് വശംവദരായി പിശാചിന്റെ വഴിയെ പോകുമ്പോൾ, ദൈവകൽപ്പനയ്ക്കെതിരെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നാം വേറൊരാളുടെ മകൻ എന്നുള്ള സ്ഥാനത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നാം തിരിച്ചു വരുന്നത് യേശുവിനെ കർത്താവായി സ്വീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് നാം തിരികെ വന്നുകൊണ്ടാണ് പിതാവിന് വീണ്ടും ദത്തുപുത്രന്മാരായിട്ട് നാം തീരുന്നത്. യഥാർത്ഥത്തിൽ ആ ദത്തുപുത്രന്മാരല്ലാതിരുന്ന ഒരു സാഹചര്യം നമുക്ക് ഇപ്പോൾ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മെ ദത്തെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇല്ല തന്നെ. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവകൽപ്പനകളെ ലംഘിക്കുക എന്ന് പറയുന്നത്, അതിന്റെ പ്രത്യാഖ്യാതം എന്ന് പറയുന്നത്, അത് ആത്മീക ലോകത്ത് അത് ഉളവാക്കുന്നതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. ഒരു നിസ്സാര കാര്യം എന്ന് തോന്നാവുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ആദവും ഹവ്വായും ചെയ്തത്. എന്നാൽ അവരുടെ അപ്പനെ അവർ മാറ്റുകയായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ തിരുഹൃദയത്തിന്റെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്ത ദത്തുപുത്രന്മാരും പുത്രിമാരുമാണ് ഇന്ന് നാം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം. വീണ്ടും ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ച. അപ്പോൾ അവൻ പ്രിയനായവനിൽ, അതായത് പിതാവ് പ്രിയനായവനിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയനായവനിൽ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രിയനായവനിൽ എന്ന് പറയുമ്പോൾ മനുഷ്യരെ ദൈവം ആ ഒരു നിലയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിച്ചാൽ നമുക്ക് പ്രിയൻ എന്നുള്ള പ്രയോഗം നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ ഒരാളെ സംബന്ധിച്ചും ഏറ്റവും പ്രിയ പുരുഷനായ എന്നൊരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ദാനിയേൽ, ഏറ്റവും പ്രിയ പുരുഷനായുള്ള ദാനിയേലെ. അപ്പോൾ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നതായ, ദൈവത്തെ അനുസരിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ ദൈവം ഏറ്റവും പ്രിയ പുരുഷനായ എന്ന് വരെ പറയത്തക്ക നിലയിൽ ഉള്ള ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അതേ പദമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും തന്റെ പ്രിയനായവനിൽ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിതാവിന്റെ മുമ്പിൽ വീണ്ടും ജനിച്ച ആളുകളോടുള്ള പിതാവിന്റെ സ്നേഹം തന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ നമുക്ക് അത് തമ്മിൽ വ്യത്യാസമില്ല എന്ന് കാണാനായിട്ട് കഴിയും. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകളെ ദൈവം സ്നേഹിക്കുന്നതായിട്ടുള്ള നിലവാരം എന്ന് പറയുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അതേ സ്നേഹമാണ്. അത് എത്രയോ ഒരു അത്ഭുതമായിരിക്കുന്നു, അതിശയമായിരിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന സ്നേഹം, അതുപോലെ തന്നെ തന്റെ പുത്രൻ, ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ തന്റെ സ്വന്തം പുത്രനോടുള്ള സ്നേഹത്തെക്കാൾ ഏറെ, അല്ലെങ്കിൽ അതിനോട് തുല്യമായി അവൻ മനുഷ്യരെയും സ്നേഹിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് അവിടെയും കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും പിതാവിന്റെ സന്നിധിയിലുള്ള സ്ഥാനം
നമ്മളുടെ സ്വീകാര്യത എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നാം ചിന്തിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും ഒക്കെ അധികമാണ്, അപ്പുറമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്റെ അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ, അപ്പോൾ ഈ പ്രിയനായവൻ പ്രിയയായവൾ എന്നുള്ളതായ ആ പേരിന് നമുക്കും ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമ്മെക്കുറിച്ച് കർത്താവ് ആരോടെങ്കിലും പറയുമോ, എൻ്റെ പ്രിയ സുജോ, അല്ലെങ്കിൽ പ്രിയ ബേബി, അല്ലെങ്കിൽ പ്രിയ ജോയി എന്നൊക്കെ പറയുമോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ പ്രിയരായിട്ടാണോ നാം ജീവിക്കുന്നത്? അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം അങ്ങനെ പ്രിയൻ എന്നൊക്കെ നമുക്ക് ബൈബിളിൽ പലരെയും വിളിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അത് മാത്രവുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവ് സ്നേഹിക്കുന്ന അതേ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുമ്പോൾ നമ്മളുടെ പ്രതികരണം മാത്രമാണ് അവിടെ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നു. ശരി, പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ച, നമുക്ക് സൗജന്യമായിട്ടാണ് രക്ഷ നമുക്ക് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും അത് വളരെ തിട്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. സൗജന്യമായിട്ടാണ് നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സൗജന്യമായി നൽകിയത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ്? കാരണം അതിന് വിലയിടുവാനായിട്ട് കഴിയുകയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം, അതിന് വില കൊടുക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നേടിയെടുത്തതായ മനുഷ്യവർഗത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് അതിന് വിലയിടുവാനോ വില കൊടുക്കുവാനോ, വിലയിടാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വില കൊടുക്കുവാനും കഴിയുകയില്ല. അതുകൊണ്ട് അത് കൊടുക്കുകയാണെങ്കിൽ സൗജന്യമായിട്ട് കൊടുക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇത് സൗജന്യമായിട്ട് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് യഥാർത്ഥത്തിൽ നാം അതിനെക്കുറിച്ച് കഴിഞ്ഞ ചില ആഴ്ചകൾ ചിന്തിച്ചതാണ്. സൗജന്യമാണോ എന്ന് ചോദിച്ചാൽ സൗജന്യമാണ്, എന്നാൽ സൗജന്യമല്ലേ എന്ന് ചോദിച്ചാൽ സൗജന്യമല്ല. കാരണം നമുക്ക് എന്തെങ്കിലും വില കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തികളുടെയോ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ദൈവം ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള രക്ഷ കൈവശമാക്കാൻ കഴിയുകയില്ല. അതിന് നാം കൊടുക്കേണ്ടുന്ന വില എന്ന് പറയുന്നത് നമ്മെ തന്നെയാണ്. നമ്മെ തന്നെ സമ്പൂർണമായി ദൈവസ്വകരങ്ങളിൽ കൊടുക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതിനുള്ള വില എന്ന് പറയുന്നത്. അപ്പോൾ വിലയില്ലാത്തതല്ല, വിലയുള്ളത് തന്നെയാണ്, വില കൊടുക്കേണ്ടതുമാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, വില കൊടുത്ത് അവനെ പിൻഗമിക്കണം എന്നൊക്കെ പറയാറില്ലേ. പക്ഷെ ആ വില നാം തന്നെയാണ്, നമ്മെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നതല്ലാതെ നമ്മുടേത് എന്തെങ്കിലും അല്ല എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നാൽ എന്തെങ്കിലും കൊടുത്ത രക്ഷ സമ്പാദിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അത് എത്രയോ എളുപ്പമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കുറച്ച് ധനമോ അല്ല എങ്കിൽ എന്തെങ്കിലും ചില പുണ്യപ്രവൃത്തികളോ അതല്ല എങ്കിൽ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലൂടെയൊക്കെ രക്ഷ ലഭിക്കുമായിരുന്നുവെങ്കിൽ അത് എത്രയോ എളുപ്പമായിരുന്നു. നമ്മെ തന്നെ ത്യജിച്ച് ഈ കർത്താവിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ എല്ലാറ്റിലും വളരെ പ്രയാസമുള്ള ഒരു കാര്യമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ആരെയും തൻ്റെ പിന്നാലെ വരുവാനായിട്ട് നിർബന്ധിക്കുന്നില്ല. അവിടെ ദൈവം ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ആ ക്രൂശിലേക്ക് നോക്കി മാനസാന്തരപ്പെട്ട് തങ്ങളെ തന്നെ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ ആരെയും സ്വീകരിക്കുവാനായിട്ട് ദൈവം സന്നദ്ധനായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ സൗജന്യമാണോ എന്ന് ചോദിച്ചാൽ സൗജന്യമാണ് ഒരർത്ഥത്തിൽ, എന്നാൽ മറ്റൊരർത്ഥത്തിൽ അത് സൗജന്യമല്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമല്ലോ. കർത്താവ് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചതായിട്ടുള്ള ഒരു വിഷയം അതാണ്. കർത്താവ് പറഞ്ഞു, കർത്താവിനെ പിൻഗമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവിനെ കുറിച്ച് നമുക്കുള്ള ഒരു ബന്ധങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഇടയിൽ വരാനായിട്ട് പാടില്ല. നമുക്ക് ഉള്ള ഒരു വസ്തുവകകളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ വരാനായിട്ട് പാടില്ല. നമ്മളുടെ സ്വന്തം ജീവൻ പോലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഇടയിൽ വരുവാനായിട്ട് പാടില്ല. അപ്പൊ സകലതും രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിയാൽ മാത്രമേ ഈ കർത്താവിന്റെ പിന്നാലെ പോകുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്നാണ് നാം പഠിച്ചത്. അപ്പോൾ അതിന് വിലയുണ്ട്, വില കൊടുത്ത് തന്നെയാണ് നാം പോകേണ്ടത്. പക്ഷേ അതൊരു യാത്രയാണ്.
ഒരു ഇടുക്കമുള്ള വഴിയിലൂടെ കടന്ന്, ഒരു ഇടുക്കമുള്ള വാതിലിലൂടെ കടന്ന് ഒരു ഞെരുക്കമുള്ള വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ അവിടെയൊക്കെ നമുക്കുള്ള ആശ്വാസം, ബലം എന്ന് പറയുന്നത് നമ്മോടുകൂടെ കർത്താവുണ്ട്, നമ്മളോട് എല്ലാവരോടും കൂടെ കർത്താവുണ്ട്. അതുപോലെ തന്നെ സമാനമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ പോകുന്നതായിട്ടുള്ള ധാരാളം സഹോദരി സഹോദരന്മാരും നമ്മളെ കൈക്ക് പിടിച്ച് ആശ്വസിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും നമ്മളെ കൂടെ കൂട്ടുവാനും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സമാധാനം എന്ന് പറയുന്നത്. സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ച, അതായത് എന്തിനാണ് പിതാവ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി എന്നാണ് നമ്മളിവിടെ കാണുന്നത്. എന്താണ് ഈ കൃപാമഹത്വത്തിന്റെ പുകഴ്ച എന്ന് പറയുന്നത്? ദൈവം, ഞാൻ വിചാരിക്കുന്നു, നിത്യതയിൽ അന്ത്യ ന്യായവിധിയൊക്കെ കഴിഞ്ഞിട്ട് നിത്യതയിൽ നാം എല്ലാവരും, അതുപോലെ തന്നെ സ്വർഗീയ ദൂതന്മാരും സ്വർഗീയ ജീവികളും എല്ലാവരും നോക്കുമ്പോൾ മനുഷ്യനിലേക്ക് നോക്കിക്കൊണ്ട് ഈ സ്വർഗീയ ജീവികൾക്ക് എല്ലാവർക്കും പറയുവാനായിട്ട് കഴിയുന്നത്, ഈ ദൈവം എത്ര സ്നേഹവാൻ. ദുഷ്ടന്മാരും ദൈവത്തോട് മറുതലിച്ച് ജീവിച്ചവരും പിശാചിന്റെ മക്കളുമായിരുന്ന ഒരുപറ്റം ആളുകളെ പിതാവ് എത്രയോ വലിയ കരുണയാണ്, കൃപയുടെ മഹത്വം, മനുഷ്യനോട് കാണിച്ച കൃപയുടെ മഹത്വം അത് എത്രയോ വലുതാണ് എന്ന് പറഞ്ഞ് സ്വർഗീയ ജീവികളെല്ലാം ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും. പുകഴ്ച കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളും നിത്യതയിൽ നമുക്കും പറയുവാനായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ദൈവം എത്ര വലിയ കരുണയാണ് ഞങ്ങളോട് കാണിച്ചത്. ആ ഒരു യാഥാർത്ഥ്യം ഈ ലോകത്തിൽ തന്നെ വെച്ച് നാം മനസ്സിലാക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത്. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നാം അത് മനസ്സിലാക്കാറില്ല. നാം മറ്റ് പല ആളുകളിലേക്കും നോക്കിക്കൊണ്ട് ഒരുപക്ഷെ ഒരു അരിഷ്ടതയിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് അനേക വിശ്വാസികളുടെയും ഈ ലോകത്തുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന കരുണയും ദയയും അതുപോലെ തന്നെ ആ കൃപയുടെ മഹത്വവും കൃപയുടെ അത്യന്ത ധനം, ഇതൊക്കെയും നാം ഈ ലോകത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കർത്താവിനെ ശരിക്കും സ്നേഹിച്ചും അനുസരിച്ചും കർത്താവിനെ ആരാധിച്ചും മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ സന്തോഷിപ്പിക്കുന്നതായ ആത്മീയ കാര്യങ്ങളെക്കാൾ ഏറെ നമ്മെ ഭരിക്കുന്നത്, നമ്മെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള ചില ഭൗതിക കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയെ നമുക്ക് അതായിരിക്കുന്ന നിലയിൽ മനസ്സിലാക്കുവാനായിട്ടോ അതനുസരിച്ച് ഈ ദൈവത്തെ സ്തുതിക്കുവാനായിട്ടോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ഇന്നലെ നമ്മൾ പഠിച്ചപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന എന്നുള്ള വാക്യം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയുണ്ടായി. അവിടെ നാം കാണുന്നത് എല്ലാ അനുഗ്രഹങ്ങളാലും, ആത്മീയമായിട്ടുള്ള സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ക്രിസ്തുയേശുവിലൂടെ ചൊരിഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് അവകാശമാണ്. നമുക്കിനി സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് എന്തെല്ലാം അധികാരങ്ങളും സ്ഥാനങ്ങളും ഉണ്ടോ അതിനെല്ലാം നാം ഓരോരുത്തരും കൂട്ടവകാശികളാണ്. കർത്താവിന്റെ അവകാശത്തിനെല്ലാം ഒരു പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ ഈ കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. അതിന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാനും അറിയുവാനും ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫലകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് ഈ ലോകത്ത് തന്നെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തന്റെ കൃപയുടെ മഹത്വത്തിന് എല്ലാ കാലത്തും നിത്യത മുഴുവൻ പുകഴ്ചയായി തീരും ഈ കർത്താവിന്റെ രക്ഷാകര പദ്ധതി എന്നുള്ളതാണ്. ഇങ്ങനെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഒരു യാഗമായി നൽകിക്കൊണ്ട് ആ പുത്രനോടുകൂടി സ്വർഗത്തിലെ സകല അവകാശങ്ങൾക്കും, പിതാവിന്റെ സകല അവകാശങ്ങൾക്കും കൂട്ടവകാശികളാക്കി ഒരുക്കിയെടുക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം എന്ന് പറയുന്നത്, അത് എല്ലാവരും, ദൂതന്മാരും അതുപോലെ തന്നെ നമുക്ക് മുമ്പേ പോയിരിക്കുന്നതായിട്ടുള്ള ദൈവമക്കളും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കുവാനായിട്ടാണ്.
കർത്താവ് ആദം ഹൗവമാരുടെ കൂടെ നടക്കുകയും അങ്ങനെ അവരോടുള്ള ഒരു കൂട്ടായ്മയിലും ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവം പാപത്തെ എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളതാണ് ആ കൂട്ടായ്മയിൽ നിന്ന് അവർക്കുണ്ടായിരുന്ന വേർപാടും ദൈവത്തിൽ നിന്നുള്ളതായിട്ടുള്ള വേർപാടും അതിനുശേഷം ഒരു വലിയ രക്ഷാകര പരിപാടിയിലൂടെ ദൈവത്തിന് താനുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് അനേകരെ കൊണ്ടുവരുവാനായിട്ടുള്ള പരിപാടിയും ഇതൊക്കെ കാണിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. അപ്പോൾ ദൈവം ആദാം ഹൗവമാരെ സൃഷ്ടിച്ചപ്പോൾ അവര് അനുസരണക്കേട് വന്നു. പിന്നെ ദൈവം തന്റെ പരിപാടി മാറ്റി. ദൈവത്തിന്റെ പരിപാടി മാറ്റിയിട്ടൊന്നുമില്ല. ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു എന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ പരിപാടിയിൽ അന്നേ ഉണ്ടായിരുന്നതാണ്. ആദവും ഹൗവയും പാപം ചെയ്യുമെന്നും അവര് പിശാചിനെ അവരുടെ അപ്പനായിട്ട് സ്വീകരിക്കുമെന്നും ആ വഴിയിലൂടെ അവര് പോകുമെന്നും അതിനുശേഷം ഇങ്ങനെ അനേക തലമുറകൾ ഉണ്ടാകുമെന്നും അതിൽ ദൈവത്തെ അനുസരിക്കാത്തതായും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്നതുമായിട്ടുള്ള, ദൈവത്തെ അനുസരിക്കാത്ത മറുതലിച്ചു പോകുന്നതായിട്ടുള്ള ഒരു ബഹുഭൂരിപക്ഷവും എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി ദൈവത്തിന്റെ പക്ഷത്തേക്ക് വരുന്നതായിട്ടുള്ള ഒരു ശേഷിപ്പും ഉണ്ടാകും. ഇതെല്ലാം ദൈവം മുന്നമേ കണ്ടതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് നാം ഇന്നലെ പഠിച്ചുവല്ലോ. അപ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ യാതൊന്നും യാദൃശ്ചികമല്ല. ദൈവത്തിന് ഒരു മനുഷ്യനെയും പരിശോധിച്ച് അവന്റെ ഹൃദയത്തിലുള്ളത് അറിയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വിചാരങ്ങളും ദൈവത്തിന് മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഇവിടെ തൻ്റെ സ്നേഹത്തിലാണ് ദൈവം നമ്മോട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന് അങ്ങനെ ചെയ്യണമെന്നുള്ള യാതൊരു ബാധ്യതയും ഉണ്ടായിരുന്നില്ല, ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി കുറച്ചുപേരെ രക്ഷിച്ചില്ലെങ്കിൽ ആരോടെങ്കിലും കണക്ക് പറയേണ്ടതായിട്ടുള്ള ഒരവസ്ഥയൊന്നും ദൈവത്തിന് ഉണ്ടായിരുന്നില്ല. ദൈവം തൻ്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അങ്ങനെ ചെയ്തത് എന്ന് നാം വായിക്കുന്നു. പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. മുൻ നിയമനത്തെ കുറിച്ച് നാം പഠിച്ചതാണ്. അതിനെക്കുറിച്ച് വീണ്ടും വിശദീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഉണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ, അത് ഒന്നായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിക്രമങ്ങളുടെ മോചനം എന്നുള്ള ഒരു കാര്യവും വീണ്ടെടുപ്പ് എന്നുള്ള കാര്യവും ഈ രണ്ടും രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ അതിനെ ഒന്നായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അത് രണ്ടായിട്ട് പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് എളുപ്പം. അതിക്രമങ്ങളുടെ മോചനം എന്ന് പറയുമ്പോൾ നാം ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തു പോയതായിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും ഒരു മോചനം, പാപത്തിൽ നിന്നുള്ള ഒരു മോചനം അല്ലെങ്കിൽ പാപക്ഷമ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നാം മറ്റൊരാളുടെ അധീനതയിലായിരുന്നു. ആരുടെ അധീനതയിലായിരുന്നു എന്ന് ചോദിച്ചാൽ പാപത്തിന്റെ അധീനതയിലായിരുന്നു. അപ്പോൾ പാപം നമ്മളോട് ക്ഷമിച്ചു എന്ന് മാത്രവുമല്ല, പാപത്തിന്റെ അധികാരത്തിൽ നിന്നും അല്ലെങ്കിൽ പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. ഇത് രണ്ടും യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ്. നാം പാപത്തിന് ദാസന്മാരായിരുന്നു എന്നുള്ളത് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായമൊക്കെ പഠിച്ചപ്പോൾ നാം അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചു. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം നമ്മളോട് ക്ഷമിച്ചു എന്ന് മാത്രവുമല്ല, മറിച്ച് ആ പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ അടിമത്വത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. ഇന്ന് പാപത്തിന് നമ്മളുടെ മേൽ ഒരു അധികാരവുമില്ല. നാം നമ്മെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് വഴിയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇന്ന് പാപത്തിനുള്ളൂ. പലപ്പോഴും ആളുകൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, പറഞ്ഞങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല, ഞാനിപ്പോഴും ചില പാപങ്ങൾക്കൊക്കെ അടിമയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
പ്രിയമുള്ളവരെ, പാപത്തിന്റെ അടിമയാണ് ഞാൻ എന്ന് ഒരാൾ ചിന്തിക്കുന്നുവെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുള്ള ഒരാളല്ല. അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷവും തന്റെ ജീവിതത്തെ വീണ്ടും ആദാം കൊണ്ട് പിതാവിനെ കൈമാറ്റം ചെയ്തതുപോലെ, അല്ലെ പിതാവിനെ മാറിയതുപോലെ അവർ പിതാവിനെ മാറിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ പാപത്തിന് നമ്മളുടെ മേൽ ഒരു അധികാരമില്ല. നമ്മളുടെ ബലഹീനതയിൽ പാപത്തിൽ വീണു പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് പാപം എൻ്റെ മേൽ അധികാരം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ദൈവ പൈതലിന് പറയാൻ ദൈവവചനപ്രകാരം പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പാപങ്ങൾ, അതിക്രമങ്ങളുടെ മോചനവും അതുപോലെ തന്നെ ആ പാപത്തിന്റെ അധികാരത്തിൽ നിന്നുള്ളതായ ഒരു വീണ്ടെടുപ്പും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ആത്മീയമായി എത്രയോ ഒരു വലിയ സ്ഥാനത്താണ് ദൈവം മനുഷ്യനെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വെക്കുകയും നമ്മെ ഓരോരുത്തരെയും കാണുകയും ചെയ്യുന്നത് എന്നുള്ളത് ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ഈ വചനമൊക്കെ പഠിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള വികാരം എന്ന് പറയുന്നത് ഈ ദൈവത്തെ, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ഏറെ സ്നേഹിച്ചും അനുസരിച്ചും ആ കർത്തൃത്വത്തിന് കീഴടങ്ങിയും നമ്മെ സംബന്ധിക്കുന്നതായ ഈ ദൈവേഷ്ടത്തിനായിട്ട് നമ്മെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ് വേണ്ടത്. സ്വർഗത്തിൽ എത്തിയിട്ട് നാം ആ ദൈവത്തിന്റെ ആ കൃപാമഹത്വത്തെ കുറിച്ച് പാടുവാനായിട്ടല്ല, ആ കൃപാമഹത്വത്തെ കുറിച്ച് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.